2023 ജെയ്മെയിൻ ആദ്യ സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യൻറ്റിന് അത് അഭിമാന നേട്ടമായിരുന്നു. ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും ഇടയിലൂടെ അഭിമാനത്തോടെ ആഷിഖ് സ്റ്റിന്നിയുടെ ഫാദറും ബ്രില്യൻറ്റിലെ അധ്യാപകനുമായ സ്റ്റെന്നി സാറും കയറി വരുന്ന രംഗം കണ്ടുനിന്നവർക്കെല്ലാം എന്നും ഇൻസ്പയറിംഗ് ആയിരുന്നു. യെസ്, 2023 ജെയ്മെയിൻ ഫസ്റ്റ് സെഷനിൽ 100% നേടിയ വിദ്യാർത്ഥി, ബ്രില്യൻറ്റിലെ ബയോളജി വിഭാഗം അധ്യാപകനായ സ്റ്റെന്നി സാറിൻ്റെ മകൻ, ഇപ്പോൾ IIT കാൺപൂരിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ്. 2023 ആ രംഗം ഓർമ്മിപ്പിക്കും വിധം ആഷിഖ് സ്റ്റെന്നി സാറിനൊപ്പം വീണ്ടും ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വർഷം എഴുതുന്ന വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യാൻ, IITകളിലെ പഠനത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പങ്കുവയ്ക്കാൻ. ഹായ് ഓൾ, ജെയ്മെയിൻ അഡ്വാൻസ്ഡിനൊക്കെ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളോട് എങ്ങനെ അഡ്വാൻസിലും മെയിൻസിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മെയിൻസിൽ, അതായത് 2023 മെയിൻസിൽ 100% കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ബ്രില്യൻറ്റിന് എടുത്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, ബ്രില്യൻറ്റിലെ തന്നെ ഫാക്കൽറ്റിയായ സ്റ്റെന്നി സാറിൻ്റെ മകന് കൂടിയാണ് ആഷിഖ് സ്റ്റെന്നി. അപ്പോൾ ആഷിഖ് സ്റ്റെന്നി ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ സന്തോഷത്തോടുകൂടി IIT കാൺപൂരിൽ നിന്നും ബ്രില്യൻറ്റിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്പയറിംഗ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് 2023 നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ എത്രയൊക്കെയായിരുന്നു റാങ്കുകൾ എന്നുള്ളത് ആഷിഖ് തന്നെ പറയാം. ഓക്കെ, ഹലോ സാർ. ഫസ്റ്റ് ഓഫ് ഓൾ ഹലോ എല്ലാവർക്കും. സോ എനിക്ക് മെയിന് ഓൾ ഇന്ത്യ റാങ്ക് 29 ഉണ്ടായിരുന്നു. പിന്നെ അഡ്വാൻസിൽ 195, പിന്നെ കീമിന് സെക്കൻഡ്. അപ്പോൾ കേട്ടല്ലോ, 100%ായിരുന്നു ആഷിഖ് സ്റ്റെന്നി കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ സ്കോറാണ് ഈ ഒരു 100% എന്ന് പറയുന്നത്. അപ്പോൾ ആഷിഖ്, നമുക്ക് അതിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. അതായത് നമ്മുടെ മുൻപിൽ ഇനി വരാതിരിക്കുന്നത് ജനുവരിയിലെ മെയിൻസ് ആണ്. ഇപ്പോൾ 2023 ആഷിഖ് ഫേസ് ചെയ്തൊരു മെയിൻസ് ഉണ്ട്, 2026 നമ്മുടെ വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു മെയിൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. മോഡൽ എക്സാമിൻ്റെ സമയമാണ്, മാർക്കിൽ വലിയൊരു വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വേരിയേഷൻസ് ഒക്കെ മാർക്കിൽ വന്നിട്ടുണ്ടാവും മോഡൽസിന്റെ സമയത്ത്, അല്ലേ? യെസ്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്ത് മുന്നിൽ വന്നു? ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ സാറ് മോഡൽ എക്സാമിൽ പെർഫോമൻസിനെ പറ്റി പറഞ്ഞപ്പം സാർ പറഞ്ഞ പോലെ എല്ലാവരുടെയും കേസിൽ ഇത്രയും മോഡൽ എക്സാംസ് കൊടുക്കുമ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും, ചിലപ്പോൾ ഭയങ്കര മോശമായിട്ട് പെർഫോം ചെയ്യും. സോ എല്ലാം ആ ദിവസത്തെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൽ കുറച്ച് ലക്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മുടെ ബെസ്റ്റ് അന്ന് കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. ഇതുവരെ എഴുതിയ മോഡൽ എക്സാംസിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് അന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഫുൾ വിശ്വാസത്തോടെ പോവുക. കാരണം അന്ന് നമ്മൾ ഒരു ദിവസം ഇതുവരെ മോഡൽസിൽ ഒരു ബെസ്റ്റ് ചെയ്തെങ്കിൽ അത് നമ്മൾ തന്നെയാണല്ലോ ചെയ്തത്. ആ കേപ്പബിലിറ്റി നമുക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ആ മാർക്ക് കിട്ടിയത്. സോ അത് ഇന്ന് എടുക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധിക്കുമെന്ന് വിശ്വസിച്ച് ഫുൾ കോൺഫിഡൻസോടെ പോവുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരുടെയും കേസിൽ നമ്മൾ മാത്രമല്ല, എല്ലാവരും നമ്മളെ പോലെയാണ്. സോ എല്ലാവരുടെയും കേസിലും താരോട്ടും മേലോട്ടും ഉണ്ട്. സോ അന്ന് നമുക്ക് പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു വിശ്വസിക്കുക, പിന്നെ പെർഫോം ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, പേരൻസിനോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുക. ഓക്കെ, ഈ ഒരു അവസാന മാസത്തെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് ആഷിഖിന് പറയാനുള്ളത്? അവസാനം ആകുമ്പം ഏറ്റവും നല്ലത് PYQs ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക കൂടുതലായിട്ടും. അതും പ്രീവിയസ് ഇയേഴ്സ് തന്നെ ചെയ്യുക സ്പെസിഫിക് ആയിട്ട്. മെയിൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറച്ച് സമയമാണല്ലോ. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് കൂട്ടാൻ നോക്കുക. ഇപ്പം മോഡൽ എക്സാമിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മോഡൽ എക്സാം ഒക്കെ ചെയ്തപ്പം ഏതിലൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാതെ പോയതോ അല്ലെ കൂടുതൽ സമയം എടുത്തോ അല്ലെ എന്തെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുള്ളത് തോന്നിയാൽ അതൊക്കെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും നല്ലത് PYQs ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി മാത്തിൻ്റെ കേസിൽ കുറേ പാറ്റേണിലുള്ള PYQs ഉണ്ട്, അതവർ റിപ്പീറ്റ് ചെയ്യും, മോസ്റ്റ്ലി അവർ റിപ്പീറ്റ് ചെയ്യും. സോ അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും ചിലതൊക്കെ നമുക്ക് കാണുന്ന മഗപ്പ് ചെയ്യണമല്ലോ. സോ അതൊക്കെ
അതിൽ ഏത് പാർട്സ് ചെയ്യുന്ന കൂൾ ക്വസ്റ്റ്യൻസ് വരെ നോക്കിയിട്ട് അതേലും ഇപ്പോൾ എല്ലാം കാണാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേലൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. സോ ബേസിക്കലി PYQs മാക്സിമം ചെയ്യാൻ നോക്കുക. പിന്നെ NCERT ആണല്ലോ ഇതിൻ്റെ എല്ലാം ബേസ്, സോ അത് നന്നായിട്ട് വായിക്കാം. ഇപ്പോൾ ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം ആഷിഖുമായിട്ട് 2023 ഇൻ്റർവ്യൂ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ആഷിഖ് ഇന്ന് മാറിയിട്ടുണ്ട്. IIT കാൺപൂരിലേക്ക് എത്തി, ഇപ്പോൾ തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആഷിഖിന് IIT കാൺപൂരിനെ കുറിച്ചൊക്കെ ഒരുപാട് നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. ആൻഡ് അവിടുത്തെ ഇപ്പോൾ ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. എങ്കിലും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരറിയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ഒരു പെർ ഡേ എങ്ങനെയായിരുന്നു ആഷിഖ് സ്പെൻഡ് ചെയ്തിരുന്നത്? ആൻഡ് നമ്മുടെ കുട്ടികൾ എന്താണ് ഇപ്പോൾ മോഡൽ എക്സാമിൻസ് നമുക്കറിയാം, ക്വസ്റ്റ്യൻസിനൊക്കെ ഈസി, മീഡിയം, ഹാർഡ് ഇങ്ങനെ ഒരു ലെവലിലാണ് നമ്മുടെ എക്സാംസ് നടത്തപ്പെടുക. അതവരെ പല വിധത്തിലുള്ള ആ ഒരു എക്സാം പാറ്റേണിലൂടെ കടത്തി വിടാനുള്ള ബ്രില്യൻറ്റിൻ്റെ പ്ലാൻ തന്നെയാണ്. ഇപ്പോൾ ആഷിഖും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിൽ വേരിയേഷൻസ് വന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ എന്നാലും മോഡൽ എക്സാമിൻ്റെ ആ ദിവസം കുട്ടികൾ എന്തായിരിക്കണം ചെയ്യേണ്ടത് എക്സാം കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായും? ഓക്കെ, ഇപ്പം മോഡൽ എക്സാമിൻ്റെ കാര്യം വീണ്ടും പറയുമ്പം എൻ്റെ സമയത്ത് ഞാൻ ബ്രില്യൻറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എക്സാമിന് തൊട്ട് മുമ്പുള്ള ഒരു മാസം അടുപ്പിച്ച് മോഡൽസ് ഉണ്ടായിരുന്നു. അതായത് 1-2 ദിവസത്തിന് ഗ്യാപ്പിലോ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞു PYQs നോക്കണമെന്ന്. PYQസിനോട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ എന്തായാലും ഓരോ മോഡലും കൊടുക്കുവാണല്ലോ, എന്തായാലും അത്രയും സമയം സ്പെൻഡ് ചെയ്യുക. സോ മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പെർഫോമൻസ് എത്ര ഉണ്ടെന്ന് അറിയാമല്ലോ. ഇത്രയും പേര് നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ ലെവലിൽ എത്ര ഉണ്ടെന്ന് അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഇച്ചിരി നമ്മൾ പ്രതീക്ഷയിലും താരയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താലേ ഇതിൽ നിന്നൊരു മാറ്റം വരത്തുള്ളൂ, മേലേക്കാണെങ്കിലും താരോട്ടാണെങ്കിലും. സോ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും താരയാണ് നമ്മുടെ പെർഫോമൻസ് എങ്കിൽ അതാദ്യം മനസ്സിലാക്കി അതിനുള്ള രീതി മാറ്റം വരുത്തുക. പിന്നെ ഇങ്ങനെ മാറ്റം വരുത്താൻ നമുക്ക് തന്നെ പറ്റത്തില്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ അത്ര എത്തിയത്. സോ അപ്പോൾ എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ സമയത്ത് ഇപ്പോഴും ഉള്ള ഞാൻ വിശ്വസിക്കുന്നത് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് ഒബ്വിയസ്ലി. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ ഞാൻ ഓർക്കുന്നുണ്ട് രാജേഷ് സാറായിരുന്നു. രാജേഷ് സാറൊക്കെ അപ്പം ഈ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബാച്ചിന് തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്ന സാറാണ്. അപ്പോൾ സാറിനൊക്കെ ആണെങ്കിൽ ഓരോരുത്തരും പേഴ്സണലായിട്ട് അറിയായിരുന്നു. സോ അവർക്ക് എവിടെയാണ് സ്ട്രോങ്, എങ്ങനെയാണ് ഒരു മോഡലിൽ എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് ചെയ്തത്, അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള മെൻറ്റേഴ്സ് ഇപ്പോഴും ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ബാച്ചിൽ. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുക, ഇപ്പോൾ എവിടെയാണ് ഷോർട്ട് കമ്മിങ് എന്നുള്ളത് ഇപ്പം തന്നെ ചിന്തിച്ചൊരു ആൻസർ ഉണ്ടാവും. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയൻ എടുക്കുന്ന ഇപ്പോഴും നല്ലതാണല്ലോ. അപ്പം അവരോട് സംസാരിക്കുക. പിന്നെ ഒരു സബ്ജക്ട് സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ സ്പെസിഫിക് ആണെങ്കിൽ അതിൽ പഠിപ്പിച്ച പ്രൊഫസർ ഉണ്ടായിരിക്കുമല്ലോ. സോ ആ പ്രൊഫിനോട് സംസാരിക്കുക, ഇപ്പോൾ അതിലെന്ത് ബെറ്റർ ചെയ്യാൻ എന്നാ പറ്റുക എന്നുള്ളത്. അങ്ങനെ അതിപ്പം ഓവറോളായിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുമല്ലോ പുതിയതായിട്ട്. അതിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ഒബ്വിയസ്ലി പറ്റിയെന്ന് വരത്തില്ല. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ ചില എക്സാംസ് നല്ല ഡിഫിക്കൽട്ടായിരിക്കാം, ചില എക്സാംസ് നല്ല എളുപ്പമായിരിക്കും. അപ്പം നന്നായിട്ട് ചെയ്യുമായിരിക്കും, അപ്പം ഡിഫിക്കൽട്ടിൽ കുറേ ചെയ്യത്തില്ലെന്ന് വരാം. പക്ഷേ നമുക്ക് ശരിക്കുള്ള എക്സാമിൽ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കഴിഞ്ഞിട്ടുള്ള നീറ്റിന് ഭയങ്കര എളുപ്പമായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള നീറ്റിന് ഭയങ്കര ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ടെസ്റ്റിംഗ് ഏജൻസീസിനൊന്നും. സോ അതുകൊണ്ടാണ് എല്ലാ ടൈപ്പ് എക്സാംസും ഇവർ ഇടുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തേലും ഭയങ്കര എളുപ്പമാണെന്ന് കരുതി ഇതൊന്നും വരത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ വിടുകയോ, അല്ലെ എന്തെങ്കിലും ഭയങ്കര പാടെന്ന് ഇതും വരത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എല്ലാം അതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം വെച്ച് അത് ചെയ്യാൻ. ഇപ്പം ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. NCERT വായിക്കാതെ ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകരുത്. അപ്പം സമയം അതുപോലെ ഉപയോഗിച്ച് സമയം ഉണ്ടെങ്കിൽ പാടുള്ളതും കൂടെ ചെയ്യുക. അതിനാണ് ഇതെല്ലാം നടത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു പാടുള്ള ക്വസ്റ്റ്യൻ ഉള്ള മാത്രമേ മോഡലായിരിക്കും അതിൽ ചെയ്യാൻ തനിക്ക് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് ഒട്ടും പറ്റിയില്ല എന്ന് കരുതി അതിനെപ്പറ്റി വിചാരിച്ച് ഡീമോട്ടിവേറ്റഡ് ആവുകയും ചെയ്യരുത്. സോ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഇടുക, എന്നിട്ട് മോഡൽ കഴിയുമ്പം ഇതുപോലെ നമുക്ക് എന്താ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താമെന്ന് ബാക്കിയുള്ളവരോട് സംസാരിക്കുക. പ്രൊഫമാരോടോ അല്ലെ ക്ലാസ് ടീച്ചറിനോടോ മെൻറ്റേഴ്സിനോട് ഇപ്പോൾ ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ അവരോട് സംസാരിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് മനസ്സിലാക്കി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ മോഡൽ കഴിയുമ്പോൾ, അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക. പിന്നെ ഇതെല്ലാം ഒരു തോട്ട് പ്രോസസ്സായിട്ടും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നുള്ളത്. സോ നമ്മൾ ചിന്തിച്ച് ഇതിൽ നിന്ന് എന്തോ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ടായിരുന്നുകൊണ്ടാണല്ലോ ആൻസർ കിട്ടാഞ്ഞത്. അപ്പം നമ്മൾ ചിന്തിച്ചത് എങ്ങനെയായിരുന്നു, ആ ചിന്തിച്ചതിന് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചായിരുന്നേ ഈ കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് എത്തായിരുന്നു, അല്ലെങ്കിൽ ഈ കറക്റ്റ് ആൻസർ നമുക്ക് എത്തായിരുന്നു എന്നൊക്കെ ആലോചിക്കുക. അതായത് തെറ്റുപറ്റി എന്താണോ അതിൽ എന്ത് മാറ്റം വരുത്താൻ നമ്മൾ അത് നോക്കുക. പിന്നെ മെൻറ്റേഴ്സിനോട് സംസാരിക്കും. ആഷിഖ്, അതുപോലെ നമ്മുടെ ബ്രില്യൻറ്റിലെ കുട്ടികളുടെയൊക്കെ ഒരു സ്വപ്ന സ്കോർ കരസ്ഥമാക്കിയ ആളാണ് ആഷിഖ്. 100% JEE മെയിൻസിൽ
അപ്പോൾ തീർച്ചയായിട്ടും ആഷിഖിൻ്റെ അതിൻ്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കുട്ടികളോടൊന്ന് പറയാം. ഒരു പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടാണ് ആഷിഖ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും ആ ഒരു ഡേ ഓർമ്മ ഉണ്ടായിരിക്കില്ല. ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പറയാനുള്ളത്? ഓക്കെ, അപ്പം 100% കിട്ടിയ ദിവസം ഇന്നലെ ഞാൻ ഓർക്കുന്നത് അന്ന് എഴുതിയിട്ട് ഇറങ്ങി വന്ന ദിവസമാണ്. ലൈക്ക് എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ലൈക്ക് ഓൾമോസ്റ്റ് എനിക്ക് 100% കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ അന്ന് തന്നെ ഉണ്ട്. അത്രയും ഇല്ലായിരുന്നു, ബട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പ്രതീക്ഷയിലും ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തത്. ലൈക്ക് 100% ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം പ്രതീക്ഷയിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എൻ്റെ അമ്മയൊക്കെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പുറത്ത്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ ഫേസ് കണ്ടാൽ ഏത് പരീക്ഷ കഴിഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന്. അപ്പം അന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെയാണ് വന്നതൊക്കെ അമ്മ പറഞ്ഞത്. അപ്പോൾ സോ ബേസിക്കലി ഹാപ്പി ആയിരുന്നു. പിന്നീട് അതിനുശേഷം ബ്രില്യന്റിലേക്ക് ഒരു ലാൻഡിങ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മുടെ എൻറ്റയർ ക്യാമ്പസിലെ കുട്ടികളെല്ലാവരും, സ്റ്റെനി സാറൊക്കെ വളരെ പ്രൗഡായിട്ടാണ് അന്ന് ആ കുട്ടികളുടെ ഇടയിലൂടെ നടന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2 സൈഡിലേക്ക് വിട്ട് കുട്ടികളെ കൈയൊക്കെ കാണിച്ച്. എനിക്കൊന്ന് ആഷിഖിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രൗഡായത് സ്റ്റെനി സാറല്ല. പ്രൗഡ് പേരൻസ്. അപ്പം ഇവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പം പഠിപ്പിക്കുന്ന പിള്ളേരും അപ്പം ഭയങ്കര പ്രൗഡായിരുന്നു അത്. അപ്പൊ എനിക്ക് സന്തോഷമായിരുന്നു. അത് ഭയങ്കര ഒരു നല്ല ദിവസമായിരുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഇത്തവണ 100%യിലൊക്കെ സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ആഷിക്ക് ആ ഒരു വർഷക്കാലം പഠിച്ചൊരു രീതി അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ആഷിക്കിൻ്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതെന്ന് പറയാം? 100%യിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു റാങ്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് പറയുമ്പോൾ ഏറ്റവും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെല്ലാത്തിലും ചെറിയതായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലക്ക് അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട്, ലക്ക് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമല്ലോ. അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല. ഇപ്പോൾ നമ്മൾ 100%ന് വേണ്ടി ഇപ്പോൾ കിട്ടിയ ആൾക്കാരിൽ എഫേർട്ട് ഇട്ടവർ കാണും, അല്ലെങ്കിൽ കഴിവുള്ളവർ കാണും. അത് അന്നത്തെ ഒരു കാര്യമാണല്ലോ. സോ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ലാസ്റ്റ് കിട്ടിയില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ലൈക്ക് ചെറുതായിട്ടൊരു മാറ്റം. എനിക്കന്ന് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. പിന്നെ അതൊക്കെ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യമാണല്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നത്. സോ അതിപ്പോൾ പ്രിപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ 100%യിൽ അല്ലെങ്കിൽ ആ ജെയ്മെയിൻ്റെ സ്കോറിന് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ഒരു മാസത്തെ എൻ്റെ പ്രിപ്പറേഷനാണ്. കാരണം ആ ഒരു മാസം ഞങ്ങൾക്ക് ബ്രില്യൻറ്റിൽ നിന്ന് ഈ ഇത്രയും കട്ടിയുള്ള ഒരു ബുക്ക് തന്നായിരുന്നു, 2-3 ബുക്ക് തന്നായിരുന്നു, ഒരു PYQs-ന്റെ. ഞാൻ ലിറ്ററലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബുക്കിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തു. ലൈക്ക് ഒരു മാസം ഞാൻ വേറെ ഒന്നും പഠിച്ച് തിയറി ഞാൻ ഹാർഡ്ലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് PYQs ചെയ്തു. ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. ആ ഒരു മാസം എനിക്ക് തോന്നുന്നു ആ ഒരു മാസത്തെ പ്രിപ്പറേഷനാണ് ഏറ്റവും നന്നായിട്ട് അതിൽ ഹെൽപ്പ് ചെയ്തത്. കാരണം ഫസ്റ്റ് സെഷൻ ആയിരുന്നല്ലോ എനിക്ക് 100%ൽ കിട്ടിയത്. അപ്പോഴേക്ക് എല്ലാ പോർഷനും ഒന്നും മോസ്റ്റ് സ്റ്റുഡൻസ് കവർ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഞാനും കവർ ചെയ്തിട്ടില്ലായിരുന്നു. സോ ബേസിക്കലി ഞാൻ ജസ്റ്റ് PYQs-ലൂടെ പോയി എവിടെയൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തോ അതിൻ്റെയൊക്കെ തിയറി പുറകിലോട്ട് റെഫർ ചെയ്തു. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചെയ്തു PYQs. അതാ എന്നെ ഹെൽപ്പ് ചെയ്തു. അതാ ഞാൻ പറഞ്ഞ PYQs മാക്സിമം ഫോക്കസ് ചെയ്യണം. അതുപോലെ ആഷിഖ് ജെയ് അഡ്വാൻസ്ഡിലേക്ക് എത്തുമ്പോൾ പ്രിപ്പറേഷൻ എൻറ്റേർലി നമ്മൾ മാറ്റണം എന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിലും മാറ്റമുണ്ട്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ബേസിക്കലി ജെയ് മെയിന് ഞാൻ ഇപ്പോൾ PYQ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ജെയ് അഡ്വാൻസിന് PYQ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം PYQs അത്ര ചിലതൊക്കെ നമുക്ക് തൊടാൻ പറ്റത്തില്ലാത്ത ടൈപ്പ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. സോ നമ്മൾ തിയറി നല്ല രീതിയിൽ നമ്മളെ കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ നമ്മളെ ബാക്ക് ചെയ്യുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തൊടാൻ പറ്റത്തില്ല. പിന്നെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇടും. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. നല്ല രീതിയിൽ ചിന്തിക്കേണ്ടത്. ഞാൻ തോട്ട് പ്രോസസ് പറഞ്ഞല്ലോ, അത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിന്തിച്ചൊരു ശീലം ഇല്ലെങ്കിൽ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നല്ലാതെ പ്രത്യേകിച്ച് ഉപയോഗമില്ല ചുമ്മാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയാൽ. ഓക്കെ. അപ്പം അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോങ് പോയിന്റ് മനസ്സിലാക്കുക, ഏത് ചാപ്റ്ററാണ്. എന്നിട്ട് അവിടെ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഒരു ചാപ്റ്റർ ഒന്നും ആകത്തില്ല, ലൈക്ക് സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് കാണുമല്ലോ, അത് മനസ്സിലാക്കുക. അവിടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ മാക്സിമം മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ ജെയ്ക്ക് എനിക്ക് ഇപ്പോഴത്തെ റൂൾ കൃത്യമായിട്ട് അറിയത്തില്ല. എൻ്റെ സമയത്ത് സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഉണ്ടായിരുന്നു. എനിക്ക് ഇത്ര എല്ലാ സബ്ജക്റ്റിനും ഇപ്പോൾ കെമിസ്ട്രിക്കും ഫുള്ള് ഫിസിക്സിനും ഫുള്ള് മാക്സിമം 0 ആണ് നടക്കത്തില്ല. മാക്സിമം കട്ട് ഓഫ് ഉണ്ടായിരുന്നല്ലോ. സോ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ്, ആ കട്ട് ഓഫ് ക്രോസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് അതിലും കൊടുക്കണം. ഞാൻ എൻ്റെ സമയത്ത് ഈ മീറ്റിങ്ങിലൊക്കെ സാറുമാർ പറയായിരുന്നു, ഈ ചില സ്റ്റുഡൻസ് ഉണ്ട് അവർ വളരെ നന്നായിട്ട് 2 സബ്ജക്റ്റ് ഓവറോൾ സ്കോർ വളരെ നല്ലതാണ്, പക്ഷേ ഒരു സബ്ജക്റ്റ് പർട്ടിക്കുലർ കുറഞ്ഞു പോയി, എന്നിട്ട് കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. സോ എല്ലാ സബ്ജക്റ്റിലും ഒരു മിനിമം അത്രയും വെച്ച് പോകണം. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഞാൻ വീക്കാന്ന് വെച്ചാൽ അത് പാടെ ഇഗ്നോർ ചെയ്യല്. അത് ക്രോസ് ചെയ്യാനുള്ള ലെവലിലും നമ്മൾ ആ സബ്ജക്റ്റിൽ ഏതാ നമ്മൾ ഇച്ചിരി സ്ട്രോങ് പോയിന്റ്സ് ഏതാ നോക്കുക, അവിടെ ഫോക്കസ് ചെയ്ത് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ നോക്കുക. പിന്നെ അഡ്വാൻസിന് ചില ചാപ്റ്റേഴ്സൊക്കെ ലിങ്ക് ചെയ്ത് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അങ്ങനെ ലിങ്ക് ചെയ്യാൻ ഏറ്റവും എന്താ പറയുക സാധ്യത ഉള്ള കുറേ ചാപ്റ്റേഴ്സ് കാണുമായിരിക്കും. ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. PYQs നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ബേസിക്കലി ഞാൻ പറയുന്നത് വെച്ചാൽ ആ ചാപ്റ്റേഴ്സൊക്കെ ഒരു പാക്കേജ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ഒരു ചാപ്റ്റർ തൊടുവാണെങ്കിൽ ബാക്കിയുള്ളത് തൊടാതെ പോകില്ല, അത് ആ പാക്കേജ് മുഴുവൻ കവർ ചെയ്ത് പോകും.
പിന്നെ പിന്നെ ഞാൻ PYQs ആദ്യം ചെയ്യില്ലെന്നല്ല പറഞ്ഞത്, ലൈക്ക് തിയറി നന്നായിട്ട് കവർ ചെയ്യുക, മെയിൻസിനേക്കാളും ചുമ്മാ PYQ ചെയ്ത് പോയാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷേ PYQ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് എന്നാലേ നമുക്ക് ആക്ച്വൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അപ്പോൾ അതിനുള്ള പരിചയം വേണമല്ലോ. സോ ക്വസ്റ്റ്യൻസ് മാക്സിമം തിയറി അത്യാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ്, ഞാൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും ചെയ്യുക, നല്ല നമുക്ക് എത്ര ലെവലിൽ നമ്മൾ പഠിച്ചെന്ന് അറിയത്തുള്ളൂ. പിന്നെ മോഡൽസ് എക്സാംസ് നന്നായിട്ട് കൊടുക്കുക. എക്സാംസ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ 6 മണിക്കൂർ ഇരിക്കേണ്ടതാണ് ഒരു ദിവസം തന്നെ. അങ്ങനെ ഇതിനു മുമ്പ് സ്റ്റുഡൻസിന് ശീലം ഉണ്ടാകാൻ സാധ്യത കുറവാണ്, വളരെ കുറവാണ്. അപ്പം മോഡൽസ് നന്നായി ബ്രില്യൻ്റ് ആണ്. ഇപ്പം എൻ്റെ സമയത്ത് എനിക്ക് ആഴ്ച 2 വെച്ചുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം മൊത്തം പോകുന്നൊക്കെ നമുക്ക് പറയാം, പക്ഷേ നമ്മൾ എക്സാമിന് വേണ്ടിയാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി എക്സാം എഴുതി ശീലിക്കാതെ പോയാൽ ലൈക്ക് ഫൈനൽ കാര്യത്തിന് വേണ്ടി ഇത്രയും പഠിച്ചു, പക്ഷേ ഫൈനൽ കാര്യം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അപ്പം മോഡൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മോഡൽസ് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ചിലത് കാണുമായിരിക്കും, നമുക്ക് തൊടാൻ പറ്റാത്തത്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്തിട്ട് സമയം പോയാലും നമുക്ക് തോന്നാം, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുകയാണല്ലോ. ആ തോട്ട് പ്രോസസ്സാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചിന്തിക്കാൻ നമ്മൾ പഠിക്കുകയാണല്ലോ. മോഡൽ കഴിഞ്ഞിട്ട് ഇതുപോലെ സൊല്യൂഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ അവർ ബ്രില്യൻ്റ് തരുമല്ലോ. അപ്പം നമ്മൾ അതിലൂടെ പോവുക. അതിലെന്താ സൊല്യൂഷൻ്റെ വീഡിയോ കണ്ടാലും ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. അപ്പം പറ്റുന്നത്ര മനസ്സിലാക്കുക. എന്നിട്ട് പ്രൊഫൈൽ നമ്പരും തരുമല്ലോ, അപ്പോൾ അവരെ വിളിച്ച് ചോദിക്കുക ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഓരോ ലൈക്ക് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഐഡിയയിലും കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച് തിയറിയിലേക്ക് പോയിട്ട് പ്രോപ്പർലി വായിച്ചിട്ട് കുറച്ച് കൂടുതൽ എഫേർട്ട് വരും. ഒബ്വിയസ്ലി മെയിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അഡ്വാൻസ്, നല്ല എഫേർട്ട് വേണ്ടി വരും ക്വസ്റ്റ്യൻ ചെയ്യാൻ. പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ക്വസ്റ്റ്യൻ ആണല്ലോ അവസാനം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം PYQസിലേക്ക് പോകേണ്ട, പക്ഷേ തിയറി പ്രോപ്പറായിട്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടെന്നല്ല, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോഴും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും, തിരിച്ചു പോവുക, വീണ്ടും വരിക, ആ ഒരു പ്രോസസ്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം തിയറി സ്ട്രോങ് ആക്കുക, ക്വസ്റ്റ്യൻസും പ്രോപ്പർലി അതിൻ്റെ ഒപ്പം ചെയ്ത് പോകാൻ ശ്രമിക്കുക. പറ്റത്തില്ല നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ചിന്തിക്കൂല്ലോ. അപ്പോൾ എന്നിട്ട് തിരിച്ചു വരിക, പിന്നെയും വരിക, തിരിച്ചു പോവുക, അങ്ങനെ പോവുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പറ്റുന്നത്രയും ബെറ്റർ ആകുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അഡ്വാൻസ്ഡിൻ്റെ എക്സാം ഹാളിലേക്ക് നമ്മൾ കയറുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇനി മെയിൻസും അഡ്വാൻസ്ഡും ഒക്കെ എഴുതാൻ പോകണം. തീർച്ചയായിട്ടും ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ കയറി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്, എങ്കിലും ആ ഒരു ലാസ്റ്റ് ടൈം അത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. എക്സാം ഹാൾ, റിയൽ എക്സാം ഹാൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ നമ്മൾ സ്ട്രെസ്ഡ് ആവും, പക്ഷെ എന്നാൽ നമ്മൾ എങ്ങനെ മൈൻഡിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, അതിനെക്കുറിച്ച് എന്താണ് ആഷിക്കിന് പറയാനുള്ളത്? അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് വലിയ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം നല്ല രീതിയിൽ എനിക്ക് അന്ന് പേടിയുണ്ടായിരുന്നു, മാറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല. ടെൻഷൻ ഉണ്ട്, പക്ഷെ അതൊരു ഹെൽത്തി ടെൻഷൻ നമുക്ക് വിളിക്കാം. ലൈക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ നല്ലതല്ല, സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അർത്ഥം. കുറച്ച് ടെൻഷൻ ഉണ്ടാവണം, പക്ഷെ നമ്മൾ അഫക്ട് ചെയ്യാൻ പാടില്ല. എനിക്ക് ഓർമ്മയുണ്ട് ചിലർക്കൊക്കെ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ എന്തോ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് പുള്ളിക്ക് എന്തോ പനി പിടിച്ചിട്ട് എന്നിട്ട് എക്സാം എഴുതി, എന്നിട്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു, പക്ഷേ അതിലും ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. സോ അത് അങ്ങനെ നമ്മളെ അഫക്ട് ചെയ്യരുത്. ലൈക്ക് നമുക്ക് ചെയ്യാവുന്നതിലും താരോട്ട് പോലും ലൈക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ലൈക്ക് എല്ലാവർക്കും സീരിയസ് ആയിട്ട് എഴുതുന്ന എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ആ സാധനത്തെ എത്ര മറികടക്കുന്നോ നമുക്ക് ഈ പഠിച്ചതിനും ഐക്യവും അതിൻ്റെ മേളിലൊരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് ആയിട്ട് വരികയാണ്. ബാക്കിയുള്ളൊരു ടെൻഷൻ അടിച്ച് അതിനെപ്പറ്റി വെറി ചെയ്ത് അതിൽ നിന്ന് കുറച്ച് അണ്ടർ പെർഫോം ചെയ്യത്തേ ഉള്ളൂ ടെൻഷൻ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ആ അണ്ടർ പെർഫോം ചെയ്യുന്ന കാര്യം കുറയ്ക്കുക, എത്രമാത്രം ടെൻഷൻ കുറച്ചാൽ. അപ്പോൾ അങ്ങനെ വിചാരിക്കുക, മാക്സിമം ടെൻഷൻ അടിക്കാതിരുന്നാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് ബെറ്റർ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വന്ന് ടെൻഷൻ അടിക്കും. എന്നോട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ പക്ഷേ ടെൻഷൻ അടിക്കും. ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളും ചെറിയ ടെൻഷൻ അടിക്കും, പക്ഷെ ആ ടെൻഷനൊക്കെ നിങ്ങളുടെ വാക്കുകൾ ഇൻസ്പയർ ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ ആഷിക്ക് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളുടെ ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആഷിക്ക് ഉൾപ്പെടെ ഒരു കമ്പ്യൂട്ടർ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിൻ്റെ അതേ ആംബിയൻസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ആംബിയൻസിലേക്ക് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പരിശീലിച്ച രീതി എല്ലാം ഒരുപോലെയായിരുന്നു അല്ലേ? അതിനെക്കുറിച്ച് ആഷിക്കിന് എന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പം ഇപ്പം എക്സാമിന് ടെൻഷൻ അടിക്കുന്നതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെയിം സംഭവമാണിത്. കാരണം നമ്മൾ ബ്രില്യൻറ്റിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അതാണ്. കാരണം അവർ മോഡൽസ് നടത്തുമ്പം എല്ലാ ലെവലിലുള്ള മോഡൽ നടത്തും. ഇപ്പം നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ ശീലമെന്ന് വെച്ചോ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ വന്നാൽ നമ്മൾ പാനിക് ആവും. അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിന് ഐ ഹോപ്പ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന്. കാരണം നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാണുവാണല്ലോ. അപ്പോൾ അവിടെ പെട്ടെന്ന് ഇപ്പോൾ ഒരു
ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഇല്ല, കാരണം എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അതെ. സോ അതൊരു നല്ലൊരു കാര്യമാണ്. സോ അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോഡൽ എക്സാംസ് അവോയ്ഡ് ചെയ്യാതിരിക്കുക, എല്ലാം അറ്റൻഡ് ചെയ്യുക. ലൈക്ക് ഒന്നും സ്കോറൊന്നും വരുന്നില്ലെങ്കിലും ലൈക്ക് എക്സാം എഴുതിയുള്ളൊരു എക്സ്പീരിയൻസ്, ലൈക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നുള്ള ഒരു ഫീലെങ്കിലും കിട്ടും. പിന്നെ ഇവിടെ എക്സാംസ് എല്ലാം തന്നെ എൻ്റെ സമയത്തും എല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടത്. ലൈക്ക് പെൻ പേപ്പർ എനിക്ക് ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളായിരുന്നു, അത് സെക്കൻഡ് ഇയർ ഫുൾ ഓൺലൈനായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. സോ നിങ്ങൾ ഓൺലൈൻ എഴുതി തന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സോ അപ്പോൾ ഇങ്ങനെയും കൂടെ ആലോചിക്കുക, അവിടെ വരുന്ന ഒരു മെജോറിറ്റി സ്റ്റുഡൻസും അങ്ങനെ എഴുതി ശീലമൊന്നും ഇല്ലാത്തവരുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഓൺലൈൻ എഴുതുന്നത്. സോ അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട് അവിടെ. അങ്ങനെ നോക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് എഴുതി ശീലമുണ്ട്. പിന്നെ നിങ്ങൾ അതെ. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കേസിൽ നോക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എക്സാംസ് എഴുതി ശീലം ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും എങ്ങനെ ടൈം മാനേജ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കാണുമല്ലോ. ലൈക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ സമയമില്ലെന്ന് പറഞ്ഞ് പോയെന്ന് വരില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സാംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാത്തിലും ബേസിക്കലി മോഡൽസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ലൈക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ സേക്കിനെങ്കിലും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2023 ആഷിഖ് സ്റ്റഡിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇനി 2026 എത്തി നിൽക്കുമ്പോൾ ആഷിഖ് സ്റ്റഡിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ ലുക്കിൽ പോലും മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതെ, കണ്ണാടി വെച്ച് സംസാരം, ആ ഒരു വേ ഓഫ് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര പഴയ ആഷിഖ് സ്റ്റഡി അല്ല ബെർലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും ആഷിഖെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം IIT കാൺപൂരിനെ കുറിച്ചാണ്. ആഷിഖ് ഇവിടുന്ന് ഒരുപാട് സ്വപ്നങ്ങളോടെ IIT കാൺപൂരിലേക്ക് ചെല്ലുന്നു. അവിടെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമ്പസും ആൻഡ് ഫ്രണ്ട്സും എല്ലാം പറയാം. ഓക്കെ, ഇപ്പോൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇറ്റ് വാസ് വർത്ത് ഇറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം പോകുന്ന ഇപ്പം ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് സഹിച്ച് അതങ്ങ് ചെയ്യുക. ലൈക്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ആദ്യം ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ കാര്യം പറഞ്ഞ പോലെ വേറൊരു സ്ഥലം, വേറൊരു ഭാഷ, ക്ലൈമറ്റ് പോലും ഡിഫറെൻ്റ് ആയി ഇവിടുത്തേലും. ലൈക്ക് സമ്മർ നല്ല ചൂടാ, വിൻ്റർ നല്ല തണുപ്പാ. സോ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വർത്ത് ഇറ്റാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നതിന് ഏറ്റവും ലൈക്ക് ഇതുപോലെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്, സ്മാർട്ടായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്ഥലത്തുള്ളത്. നല്ലൊരു പിയർ ഗ്രൂപ്പാണ്. സോ ഏത് സ്ഥലത്താണ് നമ്മൾ എവിടെ പോയാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്ത് ടൈപ്പ് ആൾക്കാരായിട്ട് ഇടപഴകുന്നു എന്നുള്ളതല്ലേ. സോ ഏത് സ്ഥലമാണല്ലോ അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരാണ്, അല്ലാതെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചറും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈക്ക് പ്രോപ്പർ വളരെ നല്ലതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവിടുത്തെ ആൾക്കാരാണ്. സോ നമ്മളെപ്പോലെ ഇതുപോലെ ജയിലിലൂടെ കടന്നു പോയിട്ട് ആ ഒരു ഫിൽറ്റർ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. പിന്നെ പ്രൊഫസേഴ്സ് ആണെങ്കിലും അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ആ ലെവൽ ആൾക്കാരെ പഠിപ്പിക്കാനുള്ള അല്ലെ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ്. സോ ആ പിയർ ഗ്രൂപ്പ് അവരുടെ കൂടെ പഠിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം കൂടെ നോക്കുമ്പം ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. ആ ഒരു അവസരത്തിന് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ഇങ്ങനൊരു സെയിങ് ഇല്ലേ, യു ആർ ദ ആവറേജ് ഓഫ് ദ 5 people യു ഇൻട്രാക്ട് വിത്ത് ദ മോസ്റ്റ്. സോ നമ്മൾ ആരോട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, നമ്മൾ ആരോടെ സമയം ചെലവഴിക്കുന്നു, ആരൊക്കെയായിട്ട് നമുക്ക് അതെ ബേസിക്കലി അത് തന്നെ നമുക്ക് കണക്ഷൻസ് ഉണ്ടാവുകയാണ്. നമ്മളിപ്പം നമ്മളെപ്പോലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഇത്രയും ടാലൻ്റ് ആയിട്ട് ആൾക്കാരുമായിട്ട് നമുക്ക് കൂടുതൽ കണക്ഷൻസ് സ്ഥാപിക്കാൻ ഒരു അവസരമാണ്. പിന്നെ നമുക്ക് കൂടുതൽ പഠിക്കാൻ നമ്മളെപ്പറ്റി തന്നെ, നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്തു നിന്നാണ് ഏറ്റവും നമ്മൾ മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എങ്ങനെ ഒരു നല്ല മനുഷ്യനാണെന്നുള്ളത് മാക്സിമം പഠിക്കുന്നത്. സോ അത് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. ലൈക്ക് അവിടുത്തെ ആൾക്കാരാണ് അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത്. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. അതുപോലെ IIT കാൺപൂരൊക്കെ വരുന്ന വർഷം ലക്ഷ്യം കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ IIT കാൺപൂരിലെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഇപ്പോൾ തേർഡ് ഇയർ ആണ്. അതുവരെയുള്ള ഒരു ജേർണി ഒന്ന് ഷോർട്ടാക്കി പറയാം. ഓക്കെ, ഇപ്പം ഭയങ്കര ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സാറ് പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ് ആയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ആയി. അവിടുത്തെ ആൾക്കാർ ഒബിയസ്ലി ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. സോ അങ്ങനെ അഡ്ജസ്റ്റ് ആയി. പിന്നെ ക്ലാസ്സസ് തുടങ്ങി. ക്ലാസ്സസ് ഫസ്റ്റ് ഇയർ എല്ലാവർക്കും കോമൺ, എല്ലാ ബ്രാഞ്ചിനും കോമണാണ്. അപ്പം കമ്പൽസറി എന്ന് പറഞ്ഞ കുറേ കോഴ്സസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പൽസറി. ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാവരും അങ്ങനത്തെ കുറേ കോഴ്സ് ചെയ്യണം. അങ്ങനത്തെ കോഴ്സസ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഇയർ. ഓക്കെ. സോ ഈ പറഞ്ഞ പോലെ ബ്രാഞ്ച് ചേഞ്ചിന് കട്ട് ഓഫ് വരും ഓരോ ബ്രാഞ്ചിന്. കാരണം ചിലർക്ക് ലൈക്ക് എല്ലാവർക്കും ഇങ്ങനെ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കത്തില്ലോ. കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് ആയിരിക്കും, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. സോ എല്ലാവരും ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കട്ട് ഓഫ് കാണും. സോ അത് ഫസ്റ്റ് ഇയർ പെർഫോമൻസിനെ ബേസ്ഡ് ആയിരിക്കും. അതുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ഉണ്ട്. സോ അപ്പോൾ ബ്രാഞ്ച് ചേഞ്ച് നോക്കുന്നവർ നന്നായിട്ട് അപ്പോൾ പെർഫോം ചെയ്യാൻ നോക്കും. പിന്നെ എനിക്ക് ഫസ്റ്റ് ഇയർ അപ്പം കോമൺ ആയിരുന്നു എല്ലാവരുമായിട്ടും. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ട് ഓരോ ബ്രാഞ്ചിന് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് വരും. അപ്പം എൻ്റെ അപ്പോഴാണ് ആദ്യമായിട്ട് CSN ആയിട്ട് തുടങ്ങിയത്. പിന്നെ തേർഡ് ഇയർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പം സമ്മറിൽ പിന്നെ എല്ലാവരും ഇൻറ്റേൺ പ്രിപ്പറേഷന്, ഇൻറ്റേണിൻ്റെ ടെസ്റ്റ് വരും, ഇൻറ്റേണിൻ്റെ സെലക്ഷന്, അത് കഴിഞ്ഞ്
തേർഡ് ഇയർ സ്റ്റാർട്ടിൽ വരും. തേർഡ് ഇയർ സമ്മറിൽ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. തേർഡ് ഇയർ സ്റ്റാർട്ടിൽ കമ്പനീസ് വരും റിക്രൂട്ട് ചെയ്യാൻ. തേർഡ് ഇയർ ത്രൂ ഔട്ട് കിട്ടുന്നതനുസരിച്ച് ത്രൂ ഔട്ട് കമ്പനീസ് വരും. സോ നല്ല കമ്പനീസ് നോക്കുന്നവരൊക്കെ ഡേ 1 ആദ്യത്തെ ഭാഗത്ത് തന്നെ പോവുക. സോ അവർ ബ്രേക്ക് സെക്കൻഡ് ഇയറിനും തേർഡിനും ഇടയ്ക്കുള്ള ബ്രേക്കിൽ 3 മാസം ഉണ്ടാവുന്നേ മതി. എല്ലാ വർഷം കഴിയുമ്പോഴും 3 മാസം ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ഫുൾ എല്ലാവരും അതിന് പ്രിപ്പയർ ചെയ്യും. ലൈക്ക് ഇപ്പോൾ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഇൻറ്റേൺഷിപ്പിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതല്ലായിരുന്നു ഈ കഴിഞ്ഞ സെമ്മം മെയിൻലി സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ അതായിരുന്നു ഹൈലൈറ്റ് ചെയ്ത് നിന്ന സാധനം അക്കാഡമിക്കലി പറയുമ്പോൾ. പിന്നെ തേർഡ് ഇയർ കഴിഞ്ഞ് പിന്നെ ഫോർത്ത് ഇയർ വരും. ഫോർത്ത് ഇയറിൻ്റെ ഡിസംബർ ഈ ഓഡ് സെം കഴിഞ്ഞ് കഴിയുമ്പം പ്ലേസ്മെൻറ്റ്സും വരും. പ്ലേസ്മെൻറ്റിന് സ്റ്റാർട്ട് ചെയ്യും. അത് സമ്മറിൽ പിന്നെ തേർഡിനും ഫോർത്തിനും ഇടയ്ക്ക് ഇൻറ്റേൺഷിപ്പ് വരും. പിന്നെ പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും ഫോർത്തിൽ. പിന്നെ ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഫർദർ ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ അങ്ങനെ. ഞാൻ അങ്ങനെ എക്സാക്ട്ലി തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും ജോലി ആയിരിക്കും നോക്കാം. ഇപ്പോൾ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പിന്റെ ഒരു സമയമാണ്. അതെ അല്ലേ? പ്ലേസ്ഡ് ആയോ? എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? എനിക്ക് കിട്ടിയേക്കുന്നത് NVIDIA സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അപ്പം അതിന് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, തേർഡ് ഇയർ ഫുൾ വർഷം ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി ഈ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിന് ഇടയ്ക്കുള്ള സമയത്തിൽ ഗ്യാപ്പിൽ വേറെ വർക്കൊന്നും ഇല്ലല്ലോ. അപ്പം ഇതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ആ സമയത്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. അല്ല ചിലർ ഓരോ റോൾ അനുസരിച്ചാണ്. ഇപ്പം ഇത് സോഫ്റ്റ്വെയർ റോളാണ്. ടെക്നോ മാനേജറിൽ വരും, അല്ലെങ്കിൽ കൺസൾട്ടിങ് നോക്കുന്നവർക്ക് അത് വരും. അതിനനുസരിച്ച് അവരവരുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യും. എങ്ങനെയാണ് ഇപ്പോൾ പ്രൊജക്ട്സ് ചെയ്തോ, അല്ലെ ചിലപ്പോൾ ഒരു അൺപെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഒക്കെ അപ്പം നോക്കുമായിരിക്കും എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. കാരണം ഇത് റെസ്യൂമെ ബേസ് ചില കമ്പനീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഏത് റോൾ അനുസരിച്ച് അതിനനുസരിച്ച് അവർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. സോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ക്വാണ്ട് ആയിരുന്നു. ക്വാണ്ടിന് ബേസിക്കലി എന്താ പറയുക, പസിൽസും ലൈക്ക് ഇപ്പോൾ ജെയ്ക്ക് മാത്ത് പറഞ്ഞില്ലേ, മാത്തിൽ പ്രോബിലിറ്റി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. സോ അതുപോലത്തെ ടൈപ്പ്, അതിലും കുറച്ചുകൂടെ മേ ബി ഡിഫിക്കൽട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ചിന്തിക്കുന്ന രീതിയിലുള്ള പസിൽസ് വരാം, പ്രോബിലിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, മാത്ത് ബേസ്ഡ് സിമ്പിൾ റാൻഡം പസിൽസ് വരാം, നമ്പർ തിയറി അങ്ങനത്തെയൊക്കെ. എഞ്ചിനീയറിംഗ് ആണല്ലോ. സോ അപ്പം എഞ്ചിനീയറിംഗ് പഠിച്ച ടോപ്പിക്സ് ഇതുവരെ കവർ ചെയ്ത 1 വർഷത്തിൽ 2 വർഷത്തിൽ നിന്ന് ചോദിക്കാം. സോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കട്ട് ഓഫ് ചെയ്യുന്നത്. ഞാൻ ക്വാണ്ടായിരുന്നു നോക്കിയത്, പക്ഷേ കിട്ടിയത് സോഫ്റ്റ്വെയർ ആണ്. അത് രണ്ടും നല്ലതാണ്. ബട്ട് അത് എൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞായിരുന്നു. സോ എനിക്കിപ്പോൾ സോഫ്റ്റ്വെയർ കിട്ടിയോണ്ട് അത് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റിന് ഇനി താല്പര്യം, ഇപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയാൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ കമ്പനി മിക്കവാറും പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യും. അത് അയാൾക്ക് ആ കമ്പനി വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ അയാൾ അത് എടുക്കും. അങ്ങനെയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് ഇരിക്കത്തില്ല. അല്ലെങ്കിൽ അയാൾ അത് എടുക്കത്തില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ഇരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ഫോർത്ത് ഇയറിൽ ഓഡ് സെം കഴിയുമ്പോൾ. എന്നിട്ട് അപ്പോഴും ഇതുപോലെ ടെസ്റ്റ് കാണും. അത് കഴിഞ്ഞിട്ട് പ്ലേസ്ഡ് ആണെങ്കിൽ കമ്പനി, അല്ലെങ്കിൽ പിന്നെയും ത്രൂ ഔട്ട് പ്രോസസ്സ് കാണും. സോ എന്ന് വെച്ചാൽ IIT കയറിയാൽ പ്ലേസ്ഡ് ആകാതെ പോകത്തൊന്നുമില്ല. ലൈക്ക് എങ്ങനെയാണെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പിലും. നമ്മൾ അതാണ് ഇപ്പം നമ്മൾ എഫേർട്ട് ഇടുന്ന ഇച്ചിരി കൂടുതലാണ്. ഇതെന്താ ഈ സമയത്ത് മാത്രം ഇത്ര എഫേർട്ട് ഇടാൻ പറയുന്നത്, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞും ലൈക്ക് ഇത് IIT പാസ് ഔട്ട്സ് ഇങ്ങനെ സക്സസ്ഫുൾ ആണുള്ള കാരണം ത്രൂ ഔട്ട് അവരുടെ പ്രോസസ്സിൽ ലൈക്ക് ഇത് ഇൻവോൾവ് ആണ്. എഫേർട്ട് ഇടണം. ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട സമയങ്ങൾ വരും. സോ അതിനൊക്കെ ഇതൊരു നല്ല രീതിയാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ജീവിതത്തിൽ എവിടെയാണെങ്കിലും കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ട ആവശ്യം വരും. സോ അത് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാണെന്ന് പറയുമല്ലോ. അപ്പം ആ ഒരു ശീലം ഡെവലപ്പ് ചെയ്യാനായാലും ഇത് ഉപയോഗപ്പെടും. സോ അങ്ങനെ ഒന്നും വേസ്റ്റ് അല്ല. നമ്മൾ എപ്പോഴും എഫേർട്ട് ഇടാതെ വേസ്റ്റ് ആയിട്ട് പോകുന്നതല്ല. ആഷിക്ക് ഇനി ഒരു ചോദ്യം ഉള്ളത്, അതിപ്പോൾ നമ്മുടെ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ കാലഘട്ടം ഉണ്ടല്ലോ, അവിടെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആ കൂടെ എല്ലാവരും പറയുന്നൊരു പേരാണ് സ്ട്രെസ്. അത് ഇന്നിപ്പോൾ IIT കാൺപൂരിൽ നിന്ന് വന്നിരിക്കുന്ന ആഷിക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രെസ് ഉണ്ടോ? ആഫ്റ്റർ എൻട്രൻസ് ലൈഫ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു ക്യാമ്പസ് ലൈഫിൽ എങ്ങനെയാണ് ആഷിക്കിൻ്റെ ലൈഫ് ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻട്രൻസിൻ്റെ സമയത്ത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ലൈക്ക് ആനയാടും ഡിഫറൻസ്. ലൈക്ക് എങ്ങനെ പെർഫോം ചെയ്താലും ആ സമയം നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. എനിക്ക് എൻട്രൻസ് ടൈം ഞാൻ വളരെ ഓണസ്റ്റ് ആവുകയാണെങ്കിൽ 11th എനിക്ക് ഓൺലൈൻ ആയിരുന്നല്ലോ. അതായത് ആഷിക്ക് ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ആഷിക്ക് +1 +2 ആണ് എൻട്രൻസ് പരിശീലിച്ചത്. ആഷിക്ക് +2 ചാവറ പബ്ലിക് സ്കൂൾ അല്ലേ? യെസ്. അപ്പോൾ പറഞ്ഞു ആ ഒരു 2 വർഷത്തെ പരിശീലനത്തിന്റെ കാര്യമാണ് ആഷിക്ക് പറഞ്ഞത്. അതെ, അപ്പോൾ സാർ പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു. ചാവറ പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സ്കൂളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സോ അപ്പം അവിടെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ 11th എനിക്ക് ഓൺലൈൻ ആയിരുന്നു, കോവിഡിൻ്റെ സമയമായിരുന്നു. 12th എനിക്ക് ഓഫ്ലൈൻ ആയിരുന്നു. 11 വളരെ ഓണസ്റ്റ് ആവുകയാണെങ്കിൽ 11th എൻ്റെ പ്രിപ്പറേഷൻ അത്യാവശ്യം മോശമായിരുന്നു. കാരണം ഓൺലൈൻ എനിക്ക് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. അതെ, എനിക്ക് നമുക്കൊരു പുതിയ പഠന രീതിയും കൂടെ നമ്മൾ സെറ്റായി വരണം. അതെ. സോ എനിക്ക്
എനിക്ക് വളരെ ഓണസ്റ്റ് ആണെങ്കിൽ 12th പ്രിപ്പയർ ചെയ്ത് അത്ര എനിക്ക് 11th ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. സോ ചില മോഡൽസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ അല്ല, ബട്ട് അത്യാവശ്യം ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 12th വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല മോശമായിരുന്നു. അപ്പം ലൈക്ക് അത്ര എൻ്റെ റാങ്ക് ആ 11th ടൈമിൽ അത്ര അത്യാവശ്യം മോശമൊന്നുമല്ല, പക്ഷേ കിട്ടാൻ ഇപ്പോൾ IIT കിട്ടാൻ ഒരു ഇതിനകത്ത് ഇത്രയും പേര് കൊടുക്കുമ്പോൾ ഇത്രയും പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ. അപ്പം അത് വെച്ച് ചാൻസ് ഇല്ലായിരുന്നു റാങ്ക് അങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പം അതായിരുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് നേരെ വരാനായിരുന്നെങ്കിൽ ഇല്ലെന്ന്, ലൈക്ക് ലിറ്ററലി ഇല്ലെന്ന് പറയായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു എന്തായാലും ഇപ്പോൾ ചേർന്നല്ലേ ഈ പരിപാടി തീർത്തിട്ട് പോവാം. ലൈക്ക് IIT കിട്ടുന്നവന് മാത്രമല്ലല്ലോ ജീവിതത്തിൽ സക്സസ് ഉള്ളതെന്ന്. സോ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുക, ഇനി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ, നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഇടുക, ദാറ്റ്സ് ഇറ്റ് എന്നായിരുന്നു അപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ അപ്പൊക്കെ അത്യാവശ്യം സ്ട്രെസ്സും ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒബ്വിയസ്ലി അങ്ങനെ ആലോചിക്കുമ്പോൾ അയ്യോ ഇത്രയും നമ്മൾ സമയം കൊടുത്ത് ചെയ്യുമല്ലോ, എന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അയ്യോ ഇനി എന്ത് ചെയ്യും. അതെ, സോ സ്ട്രെസ് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല സ്വസ്ഥതയായിരുന്നു, നല്ലൊരു ആശ്വാസമായിരുന്നു. ഇപ്പം അതെ, അടിച്ചു പൊളിക്കാന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞ പോലെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിമിറ്റ് വരെ ഇട്ടിട്ട് പിന്നെ ഇടായിരുന്ന ലൈഫിൽ നമ്മൾ ഒരിടത്ത് എത്തത്തില്ല. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു റാൻഡം ഒരു സിമ്പിൾ ഒരു വോള് നമ്മൾ നേരെ ചാടി കിടക്കുമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എങ്ങോട്ടോ ചാടി കിടക്കുമെന്ന്, ലൈക്ക് ഒരു എങ്ങോട്ടൊന്നില്ല, ജസ്റ്റ് ഒരു സംഭവം അങ്ങ് ക്രോസ് ചെയ്യാത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് എഫേർട്ട് ഇടുന്നോ നമ്മളൊരു പർട്ടിക്കുലർ ഗോൾ വെച്ചായിരിക്കും, നമുക്ക് നമ്മുടെ ഡ്രീമിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വോളായിരിക്കും നമ്മൾ ചാടി കിടക്കാൻ നോക്കുന്നത്. സോ ആ ഒരു മോട്ടിവേഷൻ കാണുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു അല്ലെ നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ലക്ഷറി കാർ വാങ്ങിക്കണം, അല്ലെ ഓക്കെ അത് ഇച്ചിരി കൂടെ ഭയങ്കര ഷാലോ ആയിട്ടുള്ളൊരു മോട്ടിവേഷനാണ്. ബട്ട് സ്റ്റിൽ എന്താണെങ്കിലും നമ്മുടെ ഒരു ഡ്രീമിന് വേണ്ടി ആയിരിക്കുമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഡ്രീം എന്നല്ല, നമ്മുടെ ഒരു പാഷൻ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. അല്ലാതെ നമ്മളിപ്പം സ്കൂൾ കഴിഞ്ഞ് നേരെ ഒരു ജെയ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എല്ലാ ഫിൽറ്ററും മാറ്റി പറയുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫിൽറ്ററാണ്. ഇത്രയും പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാവരും എടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഒരു ഫിൽറ്ററാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നത് ഇതുപോലെ വരത്തില്ല, ഇത്ര സ്ട്രെസ്ഫുൾ ആയിരിക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പിയേഴ്സ് അതുപോലെ സപ്പോർട്ടീവ് ആയിരിക്കും, എല്ലാവരും ഇതുപോലെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ അതൊരു പിയർ ഗ്രൂപ്പിലൂടെയല്ലേ പഠിച്ചത്? അതെ, അതും സത്യമാണ്. അപ്പോൾ പിയർ ഗ്രൂപ്പ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മളവിടെ. പിന്നെ ബ്രില്യൻറ്റിൽ പഠിച്ചപ്പോഴും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ബ്രില്യൻ്റ് ആണെങ്കിലും ഞാനിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റും അതുപോലത്തെ ഇതുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു പ്രിപ്പറേഷൻ ഫേസ് ആണല്ലോ. സോ എല്ലാവരും ഒന്നും അതിനോട് സ്ട്രിക്ട് ത്രൂ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ സ്ട്രിക്ട് ത്രൂ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതിൽ നിൽക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ ബ്രില്യൻറ്റിലുണ്ടായിരുന്ന ഒരു പിയർ ഗ്രൂപ്പും വളരെ എനിക്ക് അഡ്വാൻറ്റേജസ് ആയിരുന്നു. അങ്ങനെയും അതിനെപ്പറ്റി പറയാം. ലൈക്ക് അതും ഒരു വൺ ഓഫ് ദ എന്താ പറയുക പ്ലസസ് ആണ് ബ്രില്യൻറ്റിൽ ആ ബാച്ചിൽ പഠിച്ചതിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്കൂളും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സ്കൂളിലുള്ള ഗ്രൂപ്പും വളരെ നല്ലതായിരുന്നു, അക്കാഡമിക്കലി ആണെങ്കിലും. പിന്നെ സ്കൂളിലെ സ്റ്റാഫും ടീച്ചേഴ്സും പ്രിൻസിപ്പലും എല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ആയിരുന്നല്ലോ. സോ രണ്ട് സ്ഥലത്തു നിന്നും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. സോ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ട് സ്ഥലത്തു നിന്നും. സോ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആഷിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആവുന്നൊരു പോയിൻ്റാണ് കുറച്ച് മുമ്പ് നമ്മളോട് പങ്കുവെച്ച, വേറൊന്നുമല്ല. അതായത് ആഷിക്ക് ഇതെങ്ങനെയാവും, എനിക്ക് ജെയ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ IIT എത്താൻ പറ്റുമോ, IIT എത്തിയില്ലെങ്കിലും ലൈഫ് സെറ്റിൽ ആവുന്ന ആളുകളൊക്കെ ഇല്ലേ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ആഷിക്ക് 2023 ജെയ് മെയിൻസിൽ 100% സ്കോർ കരസ്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലും ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളിലൊരാളെ പോലെ തന്നെയാണ് ആഷിക്ക് ഈ വലിയ വിജയത്തിലേക്ക് എത്തിയത്. ആഷിക്കിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അതൊരു ഇൻസ്പയറിങ് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ വർഷങ്ങളിലും ബ്രില്യൻ്റ് വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പേരാണ് ആഷിഖ് സ്റ്റിന്നിയുടേത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഷിഖ് 2026 ജെയ് മെയിൻസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻസ്പയറിംഗ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ആഷിഖ് പറഞ്ഞു തന്നു. ആഷിഖ് ഈ വർഷം എഴുതാൻ പോകുന്ന കുട്ടികളോടൊരു അവർക്കൊരു ആശംസ നേരും. ഓക്കെ, സോ ഞാനിപ്പോൾ ഓൾറെഡി കുറേ അഡ്വൈസ് എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര എഫേർട്ട് ഇട്ടതാണ് ഓൾറെഡി. സോ നിങ്ങൾ തന്നെ ആ വിശ്വാസം വയ്ക്കുക. പിന്നെ എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷ അത്ര എത്തിയില്ലെന്ന് വരാം. ലൈക്ക് ഒബ്വിയസ്ലി എപ്പോഴും നമ്മൾ ആ പ്രതീക്ഷ വെക്കുക നമ്മൾ ചെയ്യാവുന്നതിലും മേളിലായിരിക്കും. അപ്പം അതെത്തിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ ശിക്ഷിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എന്താ പറയുക ഒരു ഇഷ്ടമില്ലായ്മ വരുത്തരുത്. നിങ്ങൾ ചെയ്തതിൽ പ്രൗഡായിരിക്കുക. പിന്നെ ഫുൾ കോൺഫിഡൻസോടെ തന്നെ പോവുക. പിന്നെ എക്സാംസ് ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കാതെ മാക്സിമം കോൺഫിഡൻസോടെ പോയിട്ട് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്ത് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. അതിന് ഞാൻ നിങ്ങൾക്ക് നല്ല ഓൾ ദ ബെസ്റ്റ് നേരുന്നു. സോ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.